നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ചുള്ള ഏതാനും ചില ഇൻഫർമേഷൻസ് ആണ്. നമ്മൾ പാരാമെഡിക്കൽ കോഴ്സുകൾ BSc നഴ്സിംഗിനോടൊപ്പം തന്നെ മറ്റുള്ള കോഴ്സുകൾ കൂടുതൽ കുട്ടികൾ എടുക്കുന്നത്, ഇപ്പോൾ നഴ്സിംഗ് താല്പര്യമില്ലാത്ത കുട്ടികൾ നിരവധിയായിട്ട് എടുക്കുന്ന ഒരു സ്ട്രീമാണ് പാരാമെഡിക്കൽ കോഴ്സുകൾ. അപ്പം നിരവധിയായിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകളാണ് നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിയിലും കാണാൻ സാധിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് കേരളത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ഉണ്ടാവുക. പക്ഷേ നമ്മൾ MGR യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയിലേക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടെ അധികമായിട്ട് പല പാരാമെഡിക്കൽ കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് ഈ പറയുന്ന നഴ്സിംഗ് താല്പര്യമില്ലാത്ത കുട്ടികളെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ മെഡിക്കൽ പ്രൊഫഷനിലേക്ക് എത്തിപ്പെടുവാനുള്ള മറ്റൊരു ഓപ്ഷനാണ് പാരാമെഡിക്കൽ കോഴ്സുകൾ. അപ്പോൾ BSc പാരാമെഡിക്കൽ കോഴ്സുകളും ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളും നിലവിലുണ്ട്. അപ്പോൾ BSc പാരാമെഡിക്കൽ കോഴ്സുകൾ സാധാരണയായിട്ട് 3 വർഷത്തെ കോഴ്സും 1 വർഷം ഇന്റേൺഷിപ്പ്, അങ്ങനെ 4 വർഷത്തെ കോഴ്സായിട്ടാണ് നടത്തപ്പെടുക. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ചൂസ് ചെയ്യുമ്പോൾ ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണം അല്ലെങ്കിൽ ഏത് ലെവൽ ഓഫ് കോളേജസിൽ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. പാരാമെഡിക്കൽ കോഴ്സുകളിൽ നമ്മൾ നഴ്സിംഗിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്, നല്ല ക്ലിനിക്കൽ ട്രെയിനിങ് ഫെസിലിറ്റീസ്, പ്രോപ്പറായിട്ടുള്ള ടീച്ചിങ് ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു കോളേജിൽ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകൾ പഠിച്ചാൽ മാത്രമേ വ്യക്തമായിട്ട് നല്ല രീതിയിലൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസും നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പല കുട്ടികളും എന്നെ കോൺടാക്ട് ചെയ്തപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, നിരവധി കുട്ടികൾ കേരളത്തിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന ഒരു വാല്യൂ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. പല BVoc കോഴ്സുകളായിട്ടൊക്കെ ആണെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പലതും ഈ പറയുന്ന പോലെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഹയർ എഡ്യൂക്കേഷനോ അതുപോലെ തന്നെ എബ്രോഡ് പോകുന്നതിലോ ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. ഇപ്പോൾ CMAI അതുപോലെ തന്നെ BSS അങ്ങനെയുള്ള പല സംഘടനകളും ഈ പറയുന്ന രീതിയിൽ കോഴ്സുകൾ നടത്തുന്നുണ്ട്, പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തുന്നുണ്ട്. അതും ഉന്നതമായിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് ലെവലായിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ കേരളത്തിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോളേജുകളിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കാണെങ്കിലും ഹയർ ഓപ്ഷൻ അവർ ഈ പറയുന്ന പോലെ PG ലെവലിലേക്കോ അല്ലെങ്കിൽ BSc ലെവലിലേക്കോ അല്ലെങ്കിൽ എബ്രോഡ് പോകുന്നതിനൊക്കെ വരുമ്പോൾ വളരെയധികം തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് ഒരു പാരാമെഡിക്കൽ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ ഹെൽത്ത് യൂണിവേഴ്സിറ്റികളിൽ കഴിവതും അഡ്മിഷൻസ് എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും അവരവരുടെ സ്റ്റേറ്റ് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഹെൽത്ത് യൂണിവേഴ്സിറ്റികളുണ്ട്. നമുക്ക് കേരളത്തിലാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ്, അതുപോലെ തന്നെ ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തുന്നത് DMEയുടെ കീഴിലാണ്, ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന് കീഴിലാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡയറക്റ്റ് ആയിട്ട് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പോകുന്ന യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ ഇങ്ങനെ പാരാമെഡിക്കൽ ബോർഡുകൾ പഠിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ MGR യൂണിവേഴ്സിറ്റി തമിഴ്നാട്ടിൽ, അതുപോലെ തന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി കർണാടകയിൽ, അങ്ങനെയുള്ള ഹെൽത്ത് യൂണിവേഴ്സിറ്റികളിൽ കഴിവതും പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. പല കോളേജുകളിലും ഈ പറയുന്ന പോലെ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് പോലും ഇല്ലാത്ത പല കോളേജുകളിലും കാർഡിയക് കെയർ പോലെയുള്ള ടോപ്പ് ലെവലായിട്ടുള്ള കോഴ്സുകളൊക്കെ നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കോളേജുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഇല്ലാതെ ആയിരിക്കും നമുക്ക് ഈ പറയുന്ന പോലെ ഉണ്ടാവുക. അപ്പം അങ്ങനെയുള്ള സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാവിയിലേക്ക് അത് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, നമ്മൾ ഈ ഒരു പാരാമെഡിക്കൽ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു യൂണിഫോം ആയിട്ടുള്ള ഒരു നാഷണൽ അതോറിറ്റി ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇപ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലാണ് നമ്മൾ നഴ്സിംഗ് ഈ പറയുന്ന കോഴ്സുകളുടെയൊക്കെ ഓൾ ഓവർ ഇന്ത്യയിൽ ഒരു സുപ്രീം അതോറിറ്റി ആയിട്ട് വരിക. അതുപോലെ തന്നെ പാരാമെഡിക്കൽ വരുമ്പോഴത്തേക്കും അതാത് സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. നിലവിലൊരു സുപ്രീം ആയിട്ട് ഒരു അതോറിറ്റി ഇല്ല. ഭാവിയിലേക്ക് എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു നാഷണലൈസ്ഡ് ബോഡി ഉണ്ടാവും എന്നുള്ളതാണ് നമുക്കിപ്പം അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ ആ ഒരു കാര്യത്തിൽ തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ തട്ടിക്കൂട്ട് ആയിട്ട് നടത്തപ്പെടുന്ന സ്ഥാപനങ്ങളൊക്കെ പൂട്ടിപ്പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, നമ്മൾ കേരളത്തിൽ ഏതെങ്കിലും കോളേജിൽ പഠിക്കുന്നതിനേക്കാളും നിങ്ങൾ വാല്യൂ ആയിട്ടുള്ള കോഴ്സുകളാണോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടത്ര റെപ്യൂട്ടേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർണാടകത്തിലേക്ക് നോക്കുമ്പോൾ സെന്റ് ജോർജ് മെഡിക്കൽ കോളേജ്, ഫാദർ മുള്ളേഴ്സ് മെഡിക്കൽ കോളേജ്, അങ്ങനെയുള്ള ടോപ്പ് ലെവൽ മെഡിക്കൽ കോളേജുകളൊക്കെ പഠിക്കുന്നതും ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന നമ്മൾ വ്യത്യാസമുണ്ട്. അതുകൂടാതെ തന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ആസ്റ്റർ പോലെയുള്ള പല കോളേജുകളിലും പറയുന്നത് ബാംഗ്ലൂരിലൊക്കെ ഉള്ള ആസ്റ്ററിന്റെ കോളേജുകളിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു പ്ലേസ്മെന്റ് അവരുടെ ഹോസ്പിറ്റൽ ഗ്രൂപ്പുകളിൽ തന്നെ പ്ലേസ്മെന്റ്സ് പ്രോപ്പറായിട്ട് ലഭിക്കുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. അങ്ങനെയൊക്കെ നിരവധിയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ പറയുന്ന പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ വർഷം വരെ നമുക്ക് പാരാമെഡിക്കൽ കോഴ്സുകളെല്ലാം BSc പാരാമെഡിക്കൽ കോഴ്സുകളും BSc നഴ്സിംഗും ഒരുപോലെ തന്നെ LBS വഴിയായിരുന്നു നടത്തപ്പെട്ടിരുന്നത്.
മറ്റുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം എൻട്രൻസിൻ്റെ കാര്യങ്ങളൊക്കെ ബേസ് നഴ്സിംഗിന് വരുന്നതുകൊണ്ട് പാരാമെഡിക്കൽ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല. ഡിപ്ലോമ എന്ത് തന്നെയായാലും LBSന്റെ ഭാഗത്തു നിന്നായിരിക്കും നടത്തപ്പെടുക. കേരളത്തിന് പുറത്തേക്കുള്ള കോളേജുകൾ ചൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് റെപ്യൂട്ടേഷനുള്ള കോളേജാണെന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.